നമുക്കിനി വളരെ സന്തോഷമുള്ളൊരു കാര്യം കേരളത്തിലിപ്പോൾ ഏറ്റവും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ്. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആൾ കൂടിയാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് അദ്ദേഹം നടത്തിയത്. കാർഡിയോ തൊറാസിക് ശസ്ത്രക്രിയയിൽ 34 കൊല്ലത്തെ പരിചയം ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇതുവരെ ഏതാണ്ട് 20,000-ഓളം ഓപ്പൺ ഹാർട്ട് സർജറി അദ്ദേഹം നടത്തി കഴിഞ്ഞു. എത്രയോ പേരുടെ ജീവൻ തുടിക്കുന്ന ഹൃദയങ്ങളുമായി ഏറ്റുമുട്ടിയിട്ടുള്ള ഡോക്ടറാണ് അദ്ദേഹം. ഹൃദയങ്ങളുടെ പെരിയോൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം തത്സമയം ഈ മോർണിംഗ് ഷോയിൽ ഒരു അതിഥിയായി വരികയാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഡോക്ടർ സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഡോക്ടറുടെ സുഖവും ഡോക്ടറുടെ ആരോഗ്യവും ഞങ്ങൾക്കിപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യവാനായിട്ടിരിക്കുന്നു. സന്തോഷമുള്ളൊരു കാര്യമാണ്. ഡോക്ടർ, ശരിക്കും നമ്മുടെ ഈ കൊല്ലത്തെ 13-കാരിയിൽ ഹൃദയം ഇടിച്ചു തുടങ്ങി. അത് ഇടിക്കുന്നത് മറ്റൊരാളിൻ്റെ, ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയം. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ നമ്മൾ ഡോക്ടറുടെ ജീവിതം ഏറ്റവും ധന്യമാക്കുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. അതിനെക്കുറിച്ച് ഡോക്ടർ എന്ത് പറയും? ആവണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ഒരു ഏകദേശം 2-2.5 വർഷത്തോളമുള്ള ഒരു അടുപ്പമാണ്. ആ കുട്ടി ഹൃദയപരാജയവുമായിട്ട് ആദ്യം എന്നെ സമീപിക്കുന്നത് മുതൽ എല്ലാ 2 മാസം കൂടുമ്പോഴും ഞങ്ങളെ വന്ന് കാണാറുണ്ട്, അപ്പനും അമ്മയും ഒക്കെ ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കേരളത്തിൽ തന്നെ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവണിക്ക് നിർവഹിക്കണം എന്നുള്ള ഒരു താല്പര്യമായിരുന്നു മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കേരളത്തിലെ അവയവദാനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ മന്ദീഭവിച്ച രീതിയിലായിരുന്നത് കാരണം അവരെ അന്യസംസ്ഥാനത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അവയവദാതാവിൻ്റെ ഒരു അറിയിപ്പ് ഗവൺമെൻറ്റിൻ്റെ മൃതസഞ്ജീവനിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളമായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അതീവ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരുന്ന ആ കുട്ടി അന്ന്, അതായത് നമ്മൾ ഹൃദയം ദാനം ചെയ്യാനായിട്ടൊരു വ്യക്തിയുണ്ടെന്ന് ആ കുടുംബത്തെ അറിയിക്കുന്ന സമയത്ത് ശ്രീചിത്രയിലെ ഔട്ട് പേഷ്യൻ്റ് റിവ്യൂ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആ സമയത്താണ് നമ്മൾക്കൊരു അവയവദാനം എന്ന മഹത്തായ ഒരു സംഭവം ഉണ്ടാവുകയും അങ്ങനെ ആവണിയുടെ ഹൃദയം, പഴയ ഹൃദയം മാറ്റി പുതിയത് നമ്മൾക്ക് അവിടെ പ്രതിഷ്ഠിക്കുവാനും സാധിച്ചത്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. ആ കുഞ്ഞുകുട്ടിക്കും അവരുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ടീമംഗങ്ങൾക്കും എല്ലാവർക്കും അതീവ സന്തോഷത്തോടു കൂടിയാണ് അത് ചെയ്യാൻ സാധിച്ചത്. വളരെ റിസ്ക്കുള്ള ഒരു ഓപ്പറേഷനായിരുന്നു. എന്നിരുന്നാലും വിജയകരമായിട്ട് നമുക്ക് നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തിനും നമ്മുടെ മനുഷ്യത്വത്തിനും അവയവം ദാനം ചെയ്യാനുള്ള കുടുംബത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ സമയത്ത് കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഡോക്ടറെ, ശരിക്കും ഡോക്ടറുടെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോ ജോസഫ്, കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ്, ലിസി ഹോസ്പിറ്റൽ. ഡോക്ടർ ജോ ശരിക്കും ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അയാളുടെ അവയവങ്ങൾ അറുത്ത് മാറ്റുമ്പോഴുണ്ടാകുന്ന ഒരു ഡോക്ടർ ഒരു മനുഷ്യൻ തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പിനുണ്ടാകുന്ന വേഗവും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അവസ്ഥയും ഒക്കെ അദ്ദേഹം വരച്ചു കാട്ടുന്നുണ്ടായിരുന്നു ചെറിയൊരു കുറിപ്പിൽ. അപ്പോൾ ഈ ഡോക്ടറും ആ പോസ്റ്റ് കണ്ടു കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. ഡോക്ടർ ജോ നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണെന്ന് എനിക്കറിയാം. ഡോക്ടർ, ആ പോസ്റ്റ് പോലെ ഡോക്ടറുടെ മനസ്സിൽ എന്താ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾ രാത്രിയിൽ തുടങ്ങിയ ഓപ്പറേഷൻ വെളുത്തിട്ടാണ് കഴിഞ്ഞ ദിവസം തീർന്നത്. ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ലോകമെമ്പാടും നടക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരവയവം ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മുതൽ അവയവമായിട്ട് തിരിച്ചു വരുമ്പോഴെല്ലാം രാത്രി സമയങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് ട്രാഫിക് അവോയ്ഡ് ചെയ്യാനും അല്പം കൂടെ സുഗമമായിട്ട് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുവാനും കഴിയും. പക്ഷെ അത് ഞങ്ങളുടെ എല്ലാ ടീം അംഗങ്ങളും രാത്രി ഉണർന്നു നിന്ന് പാഷനേറ്റായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് വർഷങ്ങളായിട്ട് ഞങ്ങൾ എടുത്ത ഒരു ടീം സ്പിരിറ്റാണ് ഞങ്ങൾക്ക് ഈ രാത്രി സമയവും ഇതിനായി ചെലവഴിക്കാനായിട്ട് സാധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ ഒരു അവയവം ദാനം ചെയ്ത കുടുംബത്തെ കാണുമ്പോഴുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ അങ്കമാലിയിൽ തന്നെ ചെന്നപ്പോഴത്തേക്കും അവയവം ദാനം ചെയ്ത ബിൽജിത്തിൻ്റെ പിതാവിനെ കാണാനിടയായി. അവരുടെ ദുഃഖങ്ങൾ പങ്കിടുകയും അവരുടെ നഷ്ടത്തിൽ ഞങ്ങൾ ഭാഗഭാക്കാകുകയും ചെയ്യുന്നതോടൊപ്പം വെറും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം വേറൊരു വ്യക്തിയുടെ ശരീരത്തിൽ ഇത് സ്പന്ദിച്ചു തുടങ്ങുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന ഒരു ഡ്യൂവലായിട്ടുള്ള അല്ലെങ്കിൽ
വളരെ വൈവിധ്യം നിറഞ്ഞ രണ്ട് സാഹചര്യങ്ങളെ ഒരേ സമയത്ത് തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രക്രിയയാണ് അവയവദാനവും അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും. വർഷങ്ങളായി ഇതിൽ ഏർപ്പെടുകയും പശ്ചാത്തല രാജ്യങ്ങളിൽ അതിനകത്ത് ഞാൻ ട്രെയിനിങ് സ്വീകരിക്കുകയും ചെയ്തത് കാരണം വൈകാരികമായിട്ടുള്ള ഭാഗങ്ങൾ മാറ്റിവെച്ചിട്ട് പ്രായോഗികമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാനാവും, അല്ലെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമായിട്ട് നമ്മൾ വികാരങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കമ്മിൻ്റെ ഭാഗമായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ അറിയാതെ തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് അവയവദാനവും അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമെല്ലാം. ഡോക്ടർ, അതുപോലെയായിരുന്നു ഈ ഐസക് ജോർജിൻ്റെ ഹൃദയം കിംസ് ആശുപത്രിയിൽ നിന്ന് ലിസിയിലേക്ക് കൊണ്ടുവന്നത്. അതും അങ്കമാലി സ്വദേശിയിൽ ആ ഹൃദയം ഇടിച്ചു തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്കൊന്ന് പത്തനാപുരത്തുകാരനായിരുന്നു ഐസക് ജോർജ്. അപ്പോൾ ഈ വാഹനാപകടം അതേപോലുള്ള മസ്തിഷ്ക മരണമൊക്കെ സംഭവിക്കുന്ന സാഹചര്യങ്ങളാണ് ഇങ്ങനെ അവയവദാനമൊക്കെ നടക്കുന്നത്. ഈ ഐസക് ജോർജിൻ്റെ ഹൃദയം അങ്കമാലി സ്വദേശിക്ക് മാറ്റിവെച്ച ആ പ്രക്രിയയെക്കുറിച്ച് കൂടി അങ്ങൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഐസക് ജോർജ് ഒരു അപകടത്തിൽ മരിച്ച ഒരു യുവാവാണ്. വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപകടമരണം എല്ലായ്പ്പോഴും നമ്മൾക്കറിയാം അപ്രതീക്ഷിതമാണ്. അപ്പോൾ നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ സമൂഹത്തിന് നൽകിയ നന്മയേക്കാൾ ഉപരി ഒരു നന്മ മരണത്തിന് ശേഷം നിർവഹിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് സാധിച്ചു. അതാണ് അങ്കമാലിയിലെ അജിന എലിയാസിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ തുടിക്കുന്നത്. അപ്പോൾ അങ്കമാലിക്ക് നമ്മളൊരു ഹൃദയം കൊടുത്തപ്പോൾ അങ്കമാലി തന്നെ ഞങ്ങൾക്കൊരു ഹൃദയം തിരിച്ചു തന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇവരുടെ എല്ലാവരുടെയും നമ്മളിതെല്ലാം സംസാരിക്കുമ്പോൾ ആത്യന്തികമായിട്ട് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷനും അഭിനന്ദനങ്ങളും നൽകേണ്ടത് ഈ അവയവം ദാനം ചെയ്ത കുടുംബത്തിലെ അംഗങ്ങൾക്കാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡോക്ടർ, ഈ തലവരെ വടകോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കക്ഷിയാണ് ഈ ഐസക് ജോർജ്. ഇങ്ങനെ ഈ യഥാർത്ഥത്തിൽ ഈ വീട്ടുകാരൊക്കെ തീർച്ചയായിട്ടും അവർ പറയുന്നുണ്ടാകും, ഞങ്ങളുടെ ബന്ധുവിൻ്റെ ഹൃദയം ഇത്ര പേരിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ അവയവങ്ങളിലാണ് ഇത്ര ആൾക്കാർ ജീവിക്കുന്നതെന്നൊക്കെ പറയും. എന്നാൽ പോലും ഇവരെയൊക്കെ പിന്നീട് ഡോക്ടർ നേരിട്ട് കാണുമ്പോൾ ഇവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കാരണം ഈ ധീരാ ദുഃഖം അവശേഷിപ്പിച്ചായിരിക്കുമല്ലോ ഈ അപകടത്തിൽ മരിച്ച ആൾ കടന്നു പോയിരിക്കുക. അതെ, പലപ്പോഴും നമ്മൾ പിന്നീട് അവയവം ദാനം ചെയ്ത വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ അവയവം സ്വീകരിച്ച പേഷ്യൻറ്റിനെ മരണത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള വ്യക്തികളെ കാണാൻ ഇവർ വരുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കപ്പെട്ട എബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാനായിട്ട് സുകുമാരൻ എന്ന ദാതാവിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാ വർഷവും ഓണത്തിനും ക്രിസ്മസിനും എല്ലാം എബ്രഹാത്തിൻ്റെ കുടുംബം സന്ദർശിക്കുമായിരുന്നു. അപ്പം അതുപോലെ തന്നെ ആ അവയവം ദാനം ചെയ്തത് വഴി അവരുടെ സ്വന്തം വ്യക്തി മരണപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ചിന്തയും, അവർ നമ്മളോടൊപ്പം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു, നമ്മളെ അറിയുന്നു, നമ്മളവരെ കാണുന്നു എന്നുള്ള ചിന്തയും എല്ലാം വളരെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും അവരുടെ മരണത്തിൻ്റെ ശേഷക്രിയ പോലും ചെയ്യാനായിട്ട് കുടുംബാംഗങ്ങൾ താല്പര്യപ്പെടുന്നില്ല. കാരണം അവർ മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് കുടുംബാംഗങ്ങൾക്ക് താല്പര്യം. അതെല്ലാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ഞങ്ങൾ അതിനകത്ത് പറഞ്ഞോളൂ എസ്കേൻ. ഡോക്ടർ, ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതൊരു വൈകാരികമായ തലത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള ഈ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടായിട്ട് ഇവർക്ക് വിട്ടുമാറാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, ഇതൊക്കെ ഡോക്ടറുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കറിയാം അതിനകത്ത് ഇപ്പോൾ പശ്ചാത്തല രാജ്യങ്ങളിലാണെങ്കിൽ അവയവം ദാനം ചെയ്യുന്ന വ്യക്തിയും അവയവം സ്വീകരിക്കുന്ന വ്യക്തിയും തമ്മിൽ യാതൊരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർമാർ തന്നെ ഒരു ഹൃദയം എടുക്കാനായിട്ടൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേര് പോലും ഡോക്ടർമാരെ ആ ദാനം ചെയ്യുന്ന ആശുപത്രി അറിയിക്കാറില്ല. അവരുടെ സെക്സും അവരുടെ ഏജും മാത്രമാണ് അവരുടെ ചാർട്ടിൽ അവർ രേഖപ്പെടുത്തുന്നത്. ബാക്കിയുള്ളതെല്ലാം അവിടെ നിന്ന് മാറ്റും. ഇങ്ങനെയുള്ള വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ തടയുക എന്നുള്ളതാണ് അത് പിന്നീട് വളരെ പൊസസീവായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകുവാനും അത് രണ്ട് കുടുംബങ്ങളെയും ബാധിക്കുവാനുള്ള സാധ്യത ഉള്ളത് കാരണം പശ്ചാത്തല രാജ്യങ്ങൾ അത് നിയമപരമായിട്ട് അനുവദിക്കുന്നില്ല. പക്ഷേ നമ്മൾക്ക് അങ്ങനെ ഒരു നിയമം ഇവിടെ ഇത്രയും കാലമായിട്ടില്ല. ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള സ്നേഹവും ബന്ധവും എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെ എല്ലാം സമൂഹം അറിയുകയും അത് സമൂഹത്തിന് അവയവദാനത്തിന് എന്നുള്ള മഹത്തായ ഒരു അൾട്രൂയിസ്റ്റിക് ആക്ടിവിറ്റിക്ക് പ്രചരണം കൊടുക്കുവാനും അതുവഴി അവയവദാനം നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ട് സംഭവിക്കുവാനും ജീവനുകളെ രക്ഷപ്പെടുത്താനുമുള്ള സാഹചര്യം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതുപോലെയുള്ള
കമ്മ്യൂണിക്കേഷൻസിൻ്റെ അവർ തമ്മിലുള്ള ബന്ധങ്ങളുടെയും എല്ലാം ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ പ്രയോജനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടറെ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടി ചെയ്യപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഹൃദ്രോഗികൾ തന്നെ ഒരുപാട് ആൾക്കാർ, ഡോക്ടറെ തന്നെ പേഷ്യൻസ് ഉണ്ടാകും. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ അവയവദാനം കുറച്ച് സങ്കീർണവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് അവയവങ്ങൾ തേടിപ്പോകുന്ന രോഗികളും കേരളത്തിലുണ്ട്. അപ്പോൾ ഈ അവയവദാനത്തെക്കുറിച്ച് ഒരുപാട് അവബോധം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ ഡോക്ടർ തന്നെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് അതിന് വലിയ സെറ്റ് ബാക്കുകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് എനിക്കൊന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വളർന്നതിന് ശേഷവും ഈ ടെലിവിഷൻ ചാനലുകളുടെയും മറ്റുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഇതിനെതിരെയുള്ള ചില പ്രചാരണങ്ങളൊക്കെ വരുന്നു. ചിലത് സത്യമാവാം, പക്ഷേ ഈ ഒറ്റപ്പെട്ട കേസുകളെടുത്ത് പർവ്വതീകരിച്ച് ഈ അവയവദാനത്തിനെ തച്ച് തകർക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലവിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഡോക്ടർ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇത്രയധികം ഓപ്പൺ ഹാർട്ട് സർജറിയൊക്കെ ചെയ്ത ഒരാളെന്ന നിലയിൽ ഇതിൽ പ്രൊഫഷണലായ ട്രെയിനിങ് കിട്ടിയ ഒരു വിഷഗുരൻ എന്ന നിലയിൽ അങ്ങെന്ത് പറയും? ഇത് 2013 കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹൃദയം മാറ്റിവെച്ചിട്ടുള്ള അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ച അവയവദാനം നിർവഹിക്കപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നു കേരളം. അവിടെ നിന്നും ഈ വർഷങ്ങളിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ സാഹചര്യങ്ങൾ വളരെ പരിതാപകരമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നതായിട്ട് നാം കാണുന്നുണ്ട്. കേരളീയർ വളരെ അധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്, ലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. എന്നാൽ പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അതിന് സ്ഥിരീകരിക്കപ്പെടാതെ തന്നെ വിശ്വസിച്ച് പോകുന്നൊരു സമൂഹമാണ് നമ്മളുടേത്. ആശുപത്രികൾ അല്ലെങ്കിൽ ഡോക്ടർമാർ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ കോടികൾ സമ്പാദിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയും നമ്മുടെ സമൂഹത്തിലേക്ക് അത് പടർന്നിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അവയവം ദാനം ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള അവയവദാനം വളരെ സുതാര്യമായിട്ടാണ് സംഭവിക്കുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു മൃതസഞ്ജീവനി ഒരു ബോഡിയിലൂടെയാണ് അത്. നമ്മൾ അവയവം ലഭിക്കുന്നതിന് 1 മണിക്കൂർ മുൻപോ 2 മണിക്കൂർ മുൻപോ മാത്രമായിരിക്കും ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ പേഷ്യൻറ്റിന് അവയവം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നുവെന്ന്. അത്രമാത്രം വ്യക്തതയോടുകൂടി ഒരു നിയമപരമായിട്ടാണ് നമ്മളുടെ ഓർഗൻ ഡൊണേഷൻ സിസ്റ്റം കേരളത്തിൽ നിർവഹിക്കപ്പെടുന്നത്. എന്നാലും ചില വ്യക്തികളുടെ സ്ഥാപിത താല്പര്യങ്ങൾ, ചില സെലിബ്രിറ്റീസ്, ചില സിനിമകൾ, ചില ഞങ്ങളുടെ ഡോക്ടർ സമൂഹത്തിൽ തന്നെ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന കുറേ വ്യക്തികൾ, അവരെല്ലാമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് തെറ്റിദ്ധാരണ പടർത്തുകയും അതുവഴി അവയവദാനം കേരളത്തിൽ വളരെ കുറഞ്ഞതും. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ പേഷ്യൻസ് വളരെയധികം ബുദ്ധിമുട്ടി അന്യ സംസ്ഥാനങ്ങളിൽ പോവുകയും സാമ്പത്തികമായ ബാധ്യത വരുത്തി വയ്ക്കുകയും വളരെ കുടുംബത്തിനും അവരുടെ ബാക്കിയുള്ള എല്ലാ വ്യക്തികൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വളരെ സാധാരണമായി സംഭവിക്കുന്നു. അത് തടയാനുള്ള മാർഗം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് അവയവം കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഹെലികോപ്റ്റർ നമ്മൾക്ക് സൗജന്യമായിട്ട് വിട്ടുതന്നു. അവരുടെ മന്ത്രിമാരും പോലീസ് ഓഫീസേഴ്സും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതുപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വീണ്ടും വരണം. ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾക്ക് എതിരെ ശക്തമായ നടപടി എടുക്കാനുള്ള ഒരു തീരുമാനം ആരോഗ്യവകുപ്പിൽ നിന്നും ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഭാവിയിൽ നമ്മൾക്ക് മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം മുന്നോട്ട് പുരോഗമിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഡോക്ടർ, ഈ തീരെ ശാസ്ത്രബോധമില്ലാതെ ആളുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി വിടുന്നുണ്ട്, കിഡ്നി അടിച്ചു മാറ്റി, ഹാർട്ട് അടിച്ചു മാറ്റി, ലിവർ അടിച്ചു മാറ്റി എന്നൊക്കെ. ഇങ്ങനെ അടിച്ചു മാറ്റില്ല, ഏതാണ്ട് അലമാരിപ്പെട്ടിലിരിക്കുന്ന ഒരു ഉണ്ണിയപ്പം എടുത്ത് മാറ്റുന്ന പോലെയൊക്കെ ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയും. ഇത്ര സങ്കീർണമായൊരു സർജറിയൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്, ഒരുപാട് പ്രൊസീജിയറുകളുണ്ട് ഇന്നുപോലെ മനസ്സിലാക്കാതെ നമ്മുടെ മലയാളി സമൂഹം പലപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടർ വളരെ തിരക്ക് പിടിച്ച ഒരാളാണ്. ഒരുപാട് ഈ രംഗത്ത് എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രാഗൽഭ്യം ഡോക്ടർ തെളിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലോകത്ത് നമ്മൾ കഴിയുമ്പോൾ ഈ പണത്തിനോടുള്ള ഒരു ആക്രാന്തം എങ്ങനെയായിരിക്കും? ഡോക്ടറുടെ വ്യക്തിപരമായ വീക്ഷണത്തിൽ പറഞ്ഞാൽ ഡോക്ടർ അങ്ങനെ കാശിൽ അതിമോഹമുള്ള ഒരാളാണോ? സാമ്പത്തികമായിട്ട് എല്ലാവർക്കും അവർ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സാലറി അല്ലെങ്കിൽ ഒരു ഇൻകം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഏത് തുറയിലുള്ള വ്യക്തികളാണെങ്കിൽ തന്നെയും പലപ്പോഴും നിങ്ങൾക്കറിയാം, ഡോക്ടർമാർ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തന സമയം അല്ലെങ്കിൽ പ്രവർത്തന മേഖലയ്ക്ക് യാതൊരു ഡെഫിനിഷൻസും ഇല്ല. ഞങ്ങൾ മറ്റ് ഈ
ഈ ആർട്ടായിട്ടുള്ള അല്ലെങ്കിൽ സിനിമയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സിനിമാ താരങ്ങളും അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ജീവൻ രക്ഷയിൽ ഇടപെടുന്ന ഡോക്ടർമാർക്ക് കിട്ടുന്ന ഒരു വേതനമെന്ന് പറയുന്നത് തുലവും പുച്ഛമായിരിക്കാം. പക്ഷേ സമൂഹത്തിന് അത് വലിയൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഡോക്ടർമാർ കൂടുതൽ സാമ്പത്തികമായിട്ട് ഉന്നമനമുള്ളവരാണെന്നും അവരതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു എന്നുള്ള ഒരു ചീത്തപ്പേര് ഞങ്ങൾക്ക് പല സ്ഥലത്തുനിന്നും ഉണ്ടാകാറുണ്ട്. തെറ്റിദ്ധാരണയാണത് പൂർണ്ണമായും. കാരണം 24 മണിക്കൂറും 48 മണിക്കൂർ ഒരു ജീവനായിട്ട് ഞങ്ങൾ പുറപ്പെടുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിൽ ഹൃദയം മാറ്റിവെക്കപ്പെടുന്ന ഞങ്ങളുടെ ആശുപത്രിയിൽ ഏറ്റവും അവസാനം ഹൃദയം മാറ്റിവെച്ച് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയ വ്യക്തി ഹോസ്പിറ്റലിൻ്റെ ചാർജ് വന്നത് വെറും 8 ലക്ഷം രൂപ മാത്രമാണ്. അത് അന്യ സംസ്ഥാനങ്ങളിൽ 40ഉം 50ഉം ലക്ഷവും 1 കോടി വരെയും പോകുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ ചിലവ് മാത്രം നോക്കി ഹൃദയം മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ നടത്തപ്പെടുന്നത്. അതുതന്നെ ഒരു വലിയ തെളിവാണ്. സാമ്പത്തികമായിട്ടുള്ള ഒന്നിന് പുറകെ അല്ല നമ്മൾ പോകുന്നതെന്നും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമായിട്ടും സമൂഹം മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും അതുവഴി നമ്മുടെ സമൂഹത്തിന് പ്രയോജനം ലഭിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം തിരികെ വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു കാര്യം കൂടി ഡോക്ടർ, ഇപ്പോൾ ഈ ഹൃദയം മാറ്റിവെച്ച രണ്ടുപേരുടെയും അവസ്ഥ ഇപ്പോഴെങ്ങനെയാണ്? അജിൻ ഏലിയാസിനാണ് ആദ്യത്തെ ഹൃദയം ഐസക്കിൻ്റേത് 2 ദിവസം മുൻപേ മാറ്റിവെച്ചത്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം വെന്റിലേറ്ററിൽ നിന്ന് മാറി. ഇന്നലെ വൈകുന്നേരം കഞ്ഞി കുടിച്ചു. ഇന്ന് രാവിലെ വളരെ പ്രസന്നവാനായിട്ട് അദ്ദേഹം ICUവിലുണ്ട്. ഒരുപക്ഷെ 2-3 ദിവസങ്ങൾക്ക് ശേഷം റൂമിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം അതിനുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് സാധാരണ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എങ്ങനെ പുരോഗമിക്കേണ്ടുവോ അതുപോലെ തന്നെയാണ് അജിൻ്റെ സാഹചര്യവും. ആവണി കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാവിലെ 7 മണിയോടുകൂടിയാണ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതും. ഞാൻ ഏകദേശം ഒരു 9 മണിയോടുകൂടിയാണ് ആശുപത്രിയിൽ നിന്ന് പോയതും. അവളും വളരെ മിടുക്കത്തിയായിട്ടിരിക്കുന്നു. അമ്മ ഇന്ന് ഏകദേശം 2 മണിക്കൂറോളം സമയം അവളുടെ സമീപത്തിരുന്ന് അവളെ ആശ്വസിപ്പിക്കുകയായിരുന്നു. വെന്റിലേറ്ററിൽ നിന്നും മാറിയിട്ടില്ല. എന്നിരുന്നാലും ഹൃദയം സ്ട്രോങ് ആയിട്ട് തന്നെ സ്പന്ദിക്കുന്നു. മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനവും നമ്മൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലെവലിലാണ്. അല്പം ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഒരു വലിയ ജനമഹാസമുദ്രത്തിൻ്റെ ഇടയിലൂടെയാണ് മാതാപിതാക്കളോടൊപ്പം അവൾ വന്നതും ട്രെയിനിൽ യാത്ര ചെയ്തുമെല്ലാം. എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു ഫീവർ ആയിരിക്കാം. അത് മാത്രമേ ഞങ്ങൾക്ക് ചെറിയൊരു കൺസേൺ ആയിട്ടുള്ളൂ. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ ആവണി കൃഷ്ണയും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും. സംസാരിക്കാനാവും, ഭക്ഷണം കഴിക്കാനാവും, മാതാപിതാക്കളോട് സംവദിക്കാനാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ 2 പേഷ്യൻസും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ നോർമലായിട്ടുള്ളൊരു റിക്കവറിയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾക്കും നമ്മുടെ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെയും ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു പോസിറ്റീവ് ഔട്ട്കമാണ് ഞങ്ങൾ 2 പേരിൽ ഇതുവരെ കാണുന്നത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ വീട്ടിലാണുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ നേരെ ആശുപത്രിയിലേക്കായിരിക്കുമല്ലോ. അപ്പോൾ ഈ മാത്രമല്ല ഇവർ 2 പേരുടെയും ക്ലോസ് ആയിട്ടുള്ള പരിചരണം ഡോക്ടറുടെ ഉത്തരവാദിത്വമായി ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. ഡോക്ടർ വളരെ ശക്തനായിട്ട് മുന്നോട്ട് പോവുക. ഒരുപക്ഷെ എനിക്കൊന്ന് സമൂഹത്തിൻ്റെ ധാരണാപേശകൾ ഈ അവയവദാനത്തെക്കുറിച്ചൊക്കെയുള്ള മാറാൻ താങ്കളെ പോലുള്ള ഡോക്ടർമാരുടെ സാന്നിധ്യം ഉപകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു എസ് കെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം സംസാരിക്കുകയായിരുന്നു നമ്മോട്. യഥാർത്ഥത്തിൽ ഹൃദയ ശസ്ത്രക്രിയ രംഗത്ത് അത്ഭുതങ്ങൾ കാണിക്കുന്ന ഡോക്ടറുടെ സാന്നിധ്യം ഒരുപക്ഷെ ജനസമൂഹത്തിനും മലയാളി സമൂഹത്തിനുമൊക്കെ തന്നെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.